തൃശൂർ പൂരം കലക്കലിലെ സത്യവാങ്മൂലത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ തിരുവമ്പാടി ദേവസ്വം രംഗത്ത്. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ വിഘടിച്ച് ഭരിക്കാനുള്ള തന്ത്രമാണ് കൊച്ചിൻ ദേവസ്വത്തിന്റേത് എന്നാണ് ആരോപണം. പൂരം നടത്തിപ്പിന് ഉന്നതാധികാര സമിതിയെ അംഗീകരിക്കില്ലെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു. പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പ് മാത്രമാണ് ലക്ഷ്യമെന്നായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രതികരണം. രണ്ട് ദേവസ്വങ്ങളിൽ വിഘടിപ്പിച്ച് ഭരിക്കാനുള്ള ഒരു ടാക്ടിക്സാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കൊണ്ടുവരുന്നത് തോന്നുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ ഏറ്റെടുക്കാൻ അങ്ങോട്ട് പറയണമെങ്കിൽ, അതിന് ഏറ്റെടുക്കണമെങ്കിൽ, അത് തൃശ്ശൂർ പൂരം ഹൈജാക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്വത്ത് കണ്ടിട്ടാണ് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് അതേപോലെ തന്നെ തേക്കുംകാട് മൈതാനവും അദ്ദേഹത്തിൻ്റെ തറവാട്ടുക മുതലല്ല, ഇത് ഈ നാട്ടിലുള്ള എല്ലാ ഭക്തരുടെയും എല്ലാ പൂരപ്രേമികളുടെയും എല്ലാ ജനങ്ങളുടെയുമാണ് ഈ തേക്കുംകാട് മൈതാനം. ഈ സത്യവാങ്മൂലം കൊടുത്തത് വേറൊരു കേസിൽ ആസ്പദമാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളതിൽ കക്ഷി ചേരാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണത് കൂടുതൽ പഠിച്ചതിന് ശേഷം ഞങ്ങളതിൽ കക്ഷി ചേരുന്നതാണ്. പൂരം നടക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഈ വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനത്തിലാണ്. ആ ക്ഷേത്ര മൈതാനത്തിലും വടക്കുന്നാഥൻ ക്ഷേത്രത്തിലുമാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ പൂരം ഏറ്റവും സുഗമമായിട്ട് നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത്. ആ കാര്യം നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ നമ്മളിത് പോയി ഉടനെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പോയി പൂരം ഏറ്റെടുക്കാൻ പോകണമെന്ന് പറയുന്നത് അത് മനഃപൂർവ്വം കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ നടത്തുന്ന ഒരു ആരോപണം മാത്രമായിട്ടാണ്. ആ രീതിയിൽ ഒരിക്കലും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്ന വിവരങ്ങളുമായി. ജെയ്സൺ, കഴിഞ്ഞ പൂരത്തിന് ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ തുടങ്ങിയ തർക്കമാണ്. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡും തിരുവമ്പാടി ദേവസ്വവും ഒക്കെ നേർക്കുനേർ നിന്ന് തർക്കിക്കുന്നതും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നതുമാണ് നമ്മൾ കാണുന്നത്. വിനീത, തീർച്ചയായും കഴിഞ്ഞ വർഷത്തെ പൂരം കലക്കൽ വിവാദം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സംബന്ധിച്ച ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചത്. ആ അഫിഡവിറ്റിൽ പൂർണ്ണമായും തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തിയും അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ ഈ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരുന്നു എന്ന പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു അഫിഡവിറ്റാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. പൂരം നടത്തിപ്പിന് ഉന്നതാധികാര സമിതി വേണമെന്നാണ് പ്രധാനമായൊരു നിർദ്ദേശങ്ങളിലൊന്ന്. അതോടൊപ്പം തന്നെ അന്നുണ്ടായ വിഷയങ്ങളിൽ പൂർണ്ണ ഉത്തരവാദിത്വം തിരുവമ്പാടി ദേവസ്വത്തിനാണെന്നും പരാമർശങ്ങളും ഈ അഫിഡവിറ്റിലുണ്ടായിരുന്നു. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതവും അതോടൊപ്പം തന്നെ പൂരം പിടിച്ചെടുക്കാനായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നീക്കത്തിന് പിന്നിലെന്നാണ് പ്രധാനമായും തിരുവമ്പാടി ദേവസ്വം ആരോപിക്കുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ ഭിന്നിപ്പിച്ച്, അതായത് ഈ റിപ്പോർട്ടിൽ പാറമേക്കാവ് ദേവസ്വം നല്ലത് ചെയ്തു, തിരുവമ്പാടി ദേവസ്വമാണ് തെറ്റ് ചെയ്തത് എന്ന സൂചനകൾ ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദേവസ്വങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിക്കാമെന്ന പ്രതീക്ഷയാണ്, മോഹമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് എന്ന അടക്കമുള്ള തികച്ചും ഗുരുതരമായ ആരോപണങ്ങൾ കൂടി തിരുവമ്പാടി ദേവസ്വം മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരത്തിൽ ഒരു ഉന്നതാധികാര സമിതി അംഗീകരിക്കില്ല, ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ തറവാട്ട് വകയല്ല, വടക്കുന്നാഥ് ക്ഷേത്ര മൈതാനി എന്നടക്കമുള്ള അതിഗുരുതരമായ ആരോപണങ്ങളും തിരുവമ്പാടി ദേവസ്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം ഈ പൂരം പിടിച്ചെടുക്കുക എന്ന ശ്രമം അത് ആരോപണം മാത്രമാണ്. അത്തരം നീക്കം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉന്നയിച്ചിട്ടില്ല, അത്തരം നീക്കം കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇല്ല എന്നതാണ് പ്രധാനമായും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സുദർശൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം പൂരം നന്നായി നടത്തുക എന്നത് മാത്രമാണ് തങ്ങൾ ലക്ഷ്യമെന്ന വാദത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. പക്ഷേ ഇത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന പങ്കാളിയായ തിരുവമ്പാടി ദേവസ്വത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും അത് വലിയ വിവാദമാകുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയ വിവാദവും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ പക്ഷം ചേരുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തിച്ചേരും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു പുതിയ തരത്തിലേക്ക് ഇത് നടക്കുന്നു. എന്നാൽ അതേസമയം ഈ വരുന്ന മെയ് മാസം ഫസ്റ്റ് വീക്ക് ആദ്യ ആഴ്ചയിൽ തൃശ്ശൂർ പൂരം നടക്കാനിരിക്കെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്ന സൂചനകൾ കൂടി ഇതിനകം ലഭിക്കുന്നുണ്ട്. വിനീത, ശരി, ഏതായാലും വിവാദങ്ങളും തർക്കങ്ങളും ഒന്നും ഒഴിയുന്നില്ല എന്നത് തന്നെയാണ് ജെയ്സൺ റിപ്പോർട്ട് ചെയ്യുന്നത്.